തോൽവിയിൽ നിന്നും കരകയറി അർജന്റീന. ഇതാണ് മോനെ കംബാക്ക്. 78 മിനിറ്റ് വരെ 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷം കളി അവസാനിച്ചപ്പോൾ 3-2 വിജയിച്ചു കയറി അർജന്റീന. അതെ, മെസ്സിയും സംഘവും ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ഒരുപാട് നാടകീയ രംഗങ്ങൾ അണിചേർന്ന മത്സരമായിരുന്നു അർജന്റീന വേഴ്സസ് ഈജിപ്ത്. 15-ാം മിനിറ്റിൽ ഇബ്രാഹിമിന്റെ ഗോളോടുകൂടി ഈജിപ്ത് ലീഡെടുക്കുകയായിരുന്നു. എന്നാൽ 21-ാം മിനിറ്റിൽ മെസ്സിക്ക് ലഭിച്ച പെനാൽറ്റി ഈജിപ്തിന്റെ ഗോൾ കീപ്പർ തടഞ്ഞതോടുകൂടി ആദ്യ പകുതി 1-0 ഈജിപ്ത് മുന്നിട്ട് നിന്നു. രണ്ടാം പകുതിയിൽ 58-ാം മിനിറ്റിൽ ഈജിപ്തിന്റെ സിക്കോ അടിച്ച ഗോൾ വാർ ചെക്ക് ചെയ്തതോടുകൂടി ഡിസലോ ചെയ്തു. എന്നാൽ 67-ാം മിനിറ്റിൽ സിക്കോ തന്നെ ഗോൾ നേടി ഈജിപ്തിനെ 2 ഗോളിന്റെ ലീഡിലെത്തിച്ചു. 78 മിനിറ്റ് വരെ 2-0 പിന്നിൽ നിന്ന അർജന്റീന 79-ാം മിനിറ്റിൽ റൊമേറോയുടെ ഹെഡർ ഗോളിലൂടെ ആദ്യ ഗോൾ നേടി. തൊട്ടടുത്ത നിമിഷം തന്നെ 83-ാം മിനിറ്റിൽ ലയണൽ മെസ്സിയുടെ ഗോളിലൂടെ അർജന്റീന സമനിലയിലെത്തുകയായിരുന്നു. ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷത്തിൽ എൻസോ ഫെർണാണ്ടസിന്റെ ഗോളിലൂടെയാണ് അർജന്റീന വിജയിച്ചു കയറുന്നത്. മികച്ച പ്രകടനമായിരുന്നു അർജന്റീന കാഴ്ചവെച്ചത്. 15 മിനിറ്റിനുള്ളിൽ 3 ഗോളുകളാണ് അർജന്റീന സ്കോർ ചെയ്തത്. എന്നാൽ അവസാന നിമിഷങ്ങളിൽ നാടകീയ രംഗങ്ങളായിരുന്നു കാണാൻ സാധിച്ചത്. അർജന്റീനയുടെ അവസാന ഗോൾ നേടുന്നതിന് തൊട്ടു മുന്നായി ഈജിപ്ഷ്യൻ പ്ലെയറിനെ അർജന്റീനയുടെ ബോക്സിൽ വെച്ച് ഫൗൾ ചെയ്തു എന്നത് വാർ ചെക്ക് ചെയ്യാൻ റഫറിയോട് ഈജിപ്ഷ്യൻ പ്ലേയേഴ്സ് ആവശ്യപ്പെടുകയും എന്നാൽ റഫറി അത് നിരസിക്കുകയുമാണ് ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ വൻ ട്രോളുകളാണ് റഫറിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ അവസാന ഗോളിനെയും അവസാന ഫൗളിനെയും പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും മെസ്സിയും കൂട്ടരും ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. മെസ്സിയുടെ എതിരാളികളായി വരുന്നത് സ്വിറ്റ്സർലൻഡാണ്.